അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 8 ശനിയാഴ്ച. ഡൽഹിയിൽ BJPയുടെ തിരിച്ചുവരവ്. ആം ആദ്മി പാർട്ടിക്ക് അടിതെറ്റി. നിലം തൊടാനാകാതെ കോൺഗ്രസ്. ആം ആദ്മി പാർട്ടിയുടെ നായകൻ അരവിന്ദ് കെജ്രിവാളും ഉപനായകൻ മനീഷ് സിസോദിയും ഉൾപ്പെടെ പ്രമുഖർ തോറ്റ മത്സരത്തിൽ 48 മണ്ഡലങ്ങളിൽ BJPയുടെ തേരോട്ടം. 2020 62 സീറ്റ് നേടിയ ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ 22 മണ്ഡലങ്ങളിലെ മുന്നേറ്റം ഉണ്ടാക്കാനായുള്ളൂ. പ്രതാപം വീണ്ടെടുക്കാനെത്തിയ കോൺഗ്രസിന് പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടായെങ്കിലും ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. ആം ആദ്മി പാർട്ടിയിലെ ഒന്നാമനും രണ്ടാമനും അടിപതറിയപ്പോൾ താൽക്കാലിക മുഖ്യമന്ത്രി അതിഷിക്ക് സസ്പെൻസ് ത്രില്ലറിനൊടുവിൽ നേരിയ ആശ്വാസ ജയം. കൽക്കാജി മണ്ഡലത്തിൽ BJPയുടെ രമേശ് ബിദുരിയെയാണ് അതിഷി പരാജയപ്പെടുത്തിയത്. കടുത്ത മത്സരം നേരിട്ട ശേഷമായിരുന്നു അതിഷിയുടെ വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്കലാംബ 3ാം സ്ഥാനത്തായി. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനുമായ മനീഷ് സിസോദിയ ജംഗ്പുര മണ്ഡലത്തിൽ നിന്നാണ് പരാജയപ്പെട്ടത്. BJPയുടെ തർവീന്ദർ സിംഗാണ് മനീഷ് സിസോദിയയെ 675 വോട്ടിന് തോൽപ്പിച്ചത്. അതേസമയം ന്യൂഡൽഹി മണ്ഡലത്തിൽ BJPയുടെ പർവേസ് സാഹിബ് സിംഗിനോട് 1844 വോട്ടിനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടത്. മൂന്നാമതെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഷീല ദീക്ഷിതിന്റെ മകനുമായ സന്ദീപ് ദീക്ഷിത് നേടിയ 3503 വോട്ടും കെജ്രിവാളിന്റെ പരാജയത്തിൽ നിർണായകമായി. തുടർച്ചയായ 3ാം തവണയും ഡൽഹി നിയമസഭ കോൺഗ്രസ് മുക്തം. ഒരേയൊരിടത്ത് മാത്രമാണ് 2ാം സ്ഥാനത്തെങ്കിലും കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞത്. കസ്തൂർബ നഗറിലാണ് BJPയുടെ നീരജ് ബസോയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കോൺഗ്രസിനായത്. ആപ്പുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിനെ ആകെ ആശ്വസിക്കാനുള്ളത് വോട്ട് വിഹിതത്തിലെ വർധന മാത്രമാണ്. കഴിഞ്ഞ തവണ 4.26% വോട്ടുണ്ടായിരുന്നത് ഇത്തവണ 2% വർദ്ധിച്ചു. തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി കെജ്രിവാളിനെതിരെ വിമർശനവുമായി അണ്ണാ ഹസാരെ. സ്ഥാനാർത്ഥികൾ സംശുദ്ധരായിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹസാരെ കെജ്രിവാൾ പണം കണ്ട് മതിമറന്നുവെന്നും തന്റെ മുന്നറിയിപ്പുകൾ ചെവിക്കൊണ്ടില്ലെന്നും അണ്ണാ ഹസാരെ കുറ്റപ്പെടുത്തി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ആദ്യ പ്രതികരണവുമായി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിലെ പരാജയം സമ്മതിക്കുന്നുവെന്നും ക്രിയാത്മക പ്രതിപക്ഷം ആയിരിക്കുമെന്നും BJP വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കെജ്രിവാൾ പറഞ്ഞു. ഡൽഹിയിൽ വൻ വിജയം നേടിയതിന് പിന്നാലെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 7 മണിക്ക് ദേശീയ ആസ്ഥാനത്തെത്തും. 25 വർഷത്തിന് ശേഷമാണ് രാജ്യതലസ്ഥാനത്ത് BJP അധികാരത്തിലെത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്നതോടെ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് BJP. ഡൽഹി അധ്യക്ഷനുമായി ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസാരിച്ചു. ഡൽഹിയുടെ ഹൃദയത്തിൽ മോദിയെന്നും ഡൽഹിയിൽ നുണകളുടെ ഭരണം അവസാനിച്ചുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നുണകളുടെയും വഞ്ചനയുടെയും അഴിമതിയുടെയും ചില്ലുകൊട്ടാരം തകർത്ത് ഡൽഹിയെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ജനങ്ങൾ പ്രയത്നിച്ചുവെന്നും വാഗ്ദാനം പാലിക്കാത്തവരെ ഡൽഹിയിലെ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചുവെന്നും രാജ്യത്തെമ്പാടും ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം നൽകുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. കിഫ്ബിയുടെ ടോൾ ബൂത്തുകൾ തുടങ്ങിയാൽ അടിച്ചുപൊളിച്ചിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇത്രകാലവും ഞങ്ങൾ നടത്തിയത് വെജിറ്റേറിയൻ സമരമാണെങ്കിൽ ഇനി നോൺ വെജിറ്റേറിയൻ സമരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പിരിവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് കേരളത്തിലെ തെരുവുകളിലേക്ക് ഇറങ്ങുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിനോദസഞ്ചാരികൾക്കായി KSRTC റോയൽ വ്യൂ
ഡബിൾ ഡക്കർ ബസ് സർവീസ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ബസ്സിൽ വെച്ചിരിക്കുന്ന ലൈറ്റുകൾ ഒന്നും തെളിക്കാനുള്ളതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രിയിൽ ഈ ബസ് സർവീസ് നടത്തുന്നില്ല. ലൈറ്റ് ഇടേണ്ട എന്നും ജീവനക്കാർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. നിയമം ലംഘിച്ച് KSRTC ബസ്സിൽ അലങ്കാര ലൈറ്റുകൾ വെച്ചിരിക്കുന്നുവെന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. 3 ദിവസങ്ങളിലായി വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുക്കാനായി പ്രിയങ്ക ഗാന്ധി MP എത്തി. എല്ലായിടത്തും ബൂത്ത് തല നേതാക്കന്മാരുടെ കൺവെൻഷനുകളിൽ പ്രിയങ്ക പങ്കെടുക്കും. പെരുന്നാൾ നടക്കുന്ന പള്ളിക്കുന്ന് ലൂർദ് മാത ദേവാലയത്തിലും പ്രിയങ്ക സന്ദർശനം നടത്തിയേക്കും. CSR ഫണ്ട് തട്ടിപ്പിൽ പോലീസ് അന്വേഷണം തുടരുന്നു. വൻ തട്ടിപ്പ് നടന്നത് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തെന്നാണ് അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച രേഖകളിൽ നിന്നും നിഗമനം. കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനുമായി പോലീസ് ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലെത്തി തെളിവെടുക്കും. മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന പിതാവിനെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാൻ ആൺമക്കൾ ബാധ്യസ്ഥരാണെന്ന് ഹൈക്കോടതി. ധാർമ്മിക ചുമതല എന്നതിലുപരി നിയമപരമായ ഉത്തരവാദിത്വമാണിതെന്നും വയോധികനായ പിതാവിനെ അവഗണിക്കുന്നത് സമൂഹത്തിന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തുമെന്നും ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് പറഞ്ഞു. മലപ്പുറം വളാഞ്ചേരി എടയൂരിലെ 74-കാരനെ ആൺമക്കൾ മാസം തോറും 20,000 രൂപ നൽകണമെന്ന ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിൽ നേരിയ ഭൂചലനം. ബിരിക്കുളം, കൊട്ടമടൽ, പരപ്പ, ഒടയഞ്ചാൽ, ബളാൽ, കൊട്ടോടി എന്നീ ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. പുലർച്ചെ 1:30 സംഭവം. ഭൂചലനത്തിനൊപ്പം അസാധാരണ ശബ്ദവും അനുഭവപ്പെട്ടു. പെരിയാർ കടുവ സങ്കേതത്തിൽ പക്ഷി സർവേ പൂർത്തിയായി. സർവേയുടെ ഭാഗമായി നടന്ന കണക്കെടുപ്പിൽ 228 ഇനത്തിൽപ്പെട്ട പക്ഷികളെ കണ്ടെത്തി. ഇവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന 16 എണ്ണവും ഉൾപ്പെടുന്നു. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഷെഡ്യൂൾ 1 ഉൾപ്പെട്ട 33 ഇനത്തിൽപ്പെട്ട പക്ഷികളെയും പശ്ചിമഘട്ടത്തിൽ മാത്രമായി കാണുന്ന 24 ഇനം പക്ഷികളും ഇവയിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ സ്വർണ്ണവില ഇന്നും റെക്കോർഡിലെത്തി. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് ഇന്നത്തെ വില 7,945 രൂപയാണ്. പവന് 120 രൂപ വർദ്ധിച്ച് 63,560 രൂപയുമായി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിലും ഉത്തർപ്രദേശിലെ മിൽക്കിപൂരിലും നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നു. ഈറോഡ് ഈസ്റ്റിൽ DMK സ്ഥാനാർത്ഥി VC ചന്ദ്രകുമാറും മിൽക്കിപൂരിൽ BJP സ്ഥാനാർത്ഥി ചന്ദ്രബാനു പസ്വാനും വിജയിച്ചു. രാജ്യതലസ്ഥാനത്തെ ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയെന്നും കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ ജനങ്ങൾ അസംതൃപ്തരായിരുന്നുവെന്നും കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി. വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങളെന്നും പരാജയപ്പെട്ടവർ കൂടുതൽ കഠിനമായി പരിശ്രമിക്കുകയും ആളുകളുടെ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും വേണമെന്നും പ്രിയങ്ക പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ വിമർശനവുമായി CPI. ഇന്ത്യ സഖ്യത്തിനിടയിലെ ഐക്യമില്ലായ്മയാണ് തോൽവിക്ക് കാരണമെന്നാണ് CPI ജനറൽ സെക്രട്ടറി D. രാജയുടെ വിമർശനം. ഇന്ത്യ മുന്നണിയുടെ ശക്തിയെക്കുറിച്ച് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും രാജ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം എന്നതാണ് ഡൽഹി നൽകുന്ന സന്ദേശമെന്ന് BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി. കേന്ദ്ര സർക്കാരിലുള്ള വിശ്വാസം നിർണായകമായി എന്നും മുന്നോട്ടു പോകണമെങ്കിൽ BJPയെ തെരഞ്ഞെടുക്കണം എന്ന കേരളത്തിനുള്ള സന്ദേശമാണ് ഈ ജനവിധിയെന്നും അനിൽ ആന്റണി പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള. ഇനിയും തമ്മിലടിക്കൂ, പോരാടി പരസ്പരം അവസാനിപ്പിക്കൂ എന്നാണ് ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചത്. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു നദിയുടെ നിറം കടും ചുവപ്പായി ഒഴുകുന്നുവെന്ന് റിപ്പോർട്ട്. നദിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. ബ്യൂണസ് അയേഴ്സിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള അവല്ലനഡ എന്ന പട്ടണത്തിലാണ് സംഭവം. ഈ നദിയുടെ തീരത്തുള്ള ടെക്സ്റ്റൈൽ ഫാക്ടറികളിൽ നിന്ന് പുറത്തുവരുന്ന മാലിന്യമാകാം നദിയുടെ നിറമാറ്റത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അലാസ്കയിൽ നിന്ന് പറന്നുയർന്ന ശേഷം കാണാതായ വിമാനം കണ്ടെത്തി. 10 പേരുമായി നോമിലെ ഹബ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള യാത്രാമധ്യേ വ്യാഴാഴ്ച അലാസ്കയിൽ അപ്രത്യക്ഷമായ പ്രാദേശിക സിംഗിൾ എഞ്ചിൻ എയർലൈൻ വിമാനമാണ് US കോസ്റ്റ് ഗാർഡ് ഒടുവിൽ തകർന്ന നിലയിൽ കണ്ടെത്തിയത്. വിമാനത്തിലുണ്ടായിരുന്ന 10 യാത്രക്കാരും മരിച്ചു. 3 മൃതദേഹങ്ങളാണ് വിമാനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്.
മറ്റ് 7 പേരും മരിച്ചെന്നാണ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സുരക്ഷാ അനുമതികൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചേക്കും. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷവും രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം ജോ ബൈഡന് ഇല്ലെന്ന് ട്രംപ് പറഞ്ഞു. പരമ്പരാഗതമായി അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞവർക്കും രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം ഉണ്ടാകാറുണ്ട്. എന്നാൽ 2020 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ബൈഡൻ തന്റെ സുരക്ഷാ അനുമതികൾ ഒഴിവാക്കിയിരുന്നുവെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.